ദിനദരികിടതോം തുടങ്ങുകയാണ്. ഇന്നലെ വരെ ആരും തിരിഞ്ഞു നോക്കാത്ത വഴികളിൽ തെരഞ്ഞെടുപ്പ് ആയതുകൊണ്ട് മാത്രം എല്ലാവരും തിരിഞ്ഞു നോക്കുകയും ആത്മരോഷം കൊള്ളുകയും ചെയ്യുന്നതിൻ്റെ ഒരു ഉൾപ്പുളകത്തിൽ ഈ ആഴ്ചത്തെ ദിനദരികിടതോം ആരംഭിക്കുകയാണ്. മലയാളി പണ്ടേ അലമ്പനാണ്. കപട സദാചാരവും ഐത്തവും അടിമത്തവും ഇന്നും മനസ്സിൽ പേറുന്ന സമ്പൂർണ്ണ സാക്ഷരത നേടിയ ഒരു സമൂഹം. പക്ഷേ 4 പേര് കൂടുന്നിടത്ത് നാം പുരോഗമനവാദികളാണ്. 4 ആൾ അറിയുന്നിടത്തും അത് തന്നെയാണ്. എന്നാൽ ഉള്ളിൻ്റെ ഉള്ളിൽ ഉറകൂടുന്ന മനോഭാവം എന്താണെന്ന് ഇനിയും തിരിച്ചറിഞ്ഞിട്ടില്ലാത്ത എല്ലാ അഭിനേതാക്കൾക്കും നല്ല നമസ്കാരം അറിയിച്ചുകൊണ്ട് പ്രധാന തരികിടകൾ എന്താണെന്ന് നോക്കാം. സർക്കാർ സംവിധാനങ്ങളിൽ മനംനൊന്ത വില്ലേജ് ഓഫീസിന് തീയിട്ടൊരു സാംകുട്ടി. രാഷ്ട്രീയ പ്രചരണത്തിൽ സ്റ്റൈൽ മന്നന്മാരായി ഉമ്മൻചാണ്ടിയും VS-ഉം. കള്ളവോട്ടിനെ കുറിച്ച് ക്ലാസ് എടുക്കാൻ ഒരു സുധാകര ഗാന്ധി. പ്രേതങ്ങളെല്ലാം വോട്ട് ചെയ്യണമെന്നും സുധാകരൻ. കൈപ്പത്തി വിട്ട് അരിവാളെടുത്ത് ഷാഹിദ കമാൽ. സുന്ദരനായ വെള്ളാപ്പള്ളിയുടെ കരിങ്കുരങ്ങ് പ്രയോഗം കേട്ട് മണിയാശാൻ കോരിത്തെരിച്ചു. കളറ് പോകാതിരിക്കാൻ വെള്ളാപ്പള്ളി ഹെലികോപ്റ്ററിൽ യാത്ര തുടങ്ങി. കഴിഞ്ഞ മാസം 28-ന് തിരുവനന്തപുരം വെള്ളറട വില്ലേജ് ഓഫീസിലെത്തിയ സാംകുട്ടി എന്ന അടൂർ സ്വദേശി തൻ്റെ വസ്തു വർഷങ്ങളായി കയറിയിറങ്ങിയിട്ടും പോക്കുവരവ് ചെയ്തു തരാത്ത ഓഫീസർമാരോടുള്ള പ്രതിഷേധത്തിൻ്റെ ഭാഗമായി പെട്രോൾ ഒഴിച്ച് വില്ലേജ് ഓഫീസിന് തീയിട്ടു. സാംകുട്ടി ചെയ്തത് കടുത്ത നിയമലംഘനമാണ്. ഒരിക്കലും ഇത്തരം പ്രവണതകൾ ആവർത്തിക്കപ്പെടരുത് എന്ന ഉറച്ച വിശ്വാസത്തിൽ തന്നെ ചില ചോദ്യങ്ങൾ ഉയരുകയാണ്. ഇന്നലെ വരെ ക്രിമിനൽ പശ്ചാത്തലം ഒന്നുമില്ലാതിരുന്ന ഒരാൾ ഒരു ഓഫീസ് കത്തിച്ച് പ്രതികാരം ചെയ്യുകയും സ്വയം മരിക്കണമെന്ന് തീരുമാനിക്കുകയും ചെയ്തതിൻ്റെ ചേതോവികാരം എന്താണ്? നല്ലവരായ അർപ്പണ മനോഭാവമുള്ള നിരവധി സർക്കാർ ജീവനക്കാർ നമ്മുടെ നാട്ടിൽ ഉണ്ടെങ്കിലും സാധാരണക്കാരന് ഇപ്പോഴും സർക്കാർ ഓഫീസുകൾ അപ്രാപ്യമാകുന്നത് എന്തുകൊണ്ടാണ് എന്ന് എല്ലാവരും ചിന്തിക്കേണ്ട കാലം അതിക്രമിച്ചു എന്ന് തിരിച്ചറിയേണ്ടതുണ്ട്. സാംകുട്ടിയുടെ പ്രവൃത്തിയെ ന്യായീകരിക്കുന്നില്ല. എങ്കിലും ചില സത്യങ്ങൾ പറയാതിരിക്കാൻ ആവില്ല. 2012 നവംബറിൽ സേവനാവകാശ നിയമം നടപ്പായ നാട്ടിൽ നാം ഇപ്പോഴും കാണുന്ന ഒരു കാഴ്ചയാണിത്. ഒരു സാധാരണ വില്ലേജ് ഓഫീസിൽ തീർപ്പാകേണ്ട ജീവിത പ്രശ്നങ്ങൾ സംസ്ഥാന മുഖ്യമന്ത്രി തന്നെ കേൾക്കേണ്ടി വരുന്ന അവസ്ഥ. ഈ ജനസമ്പർക്ക പരിപാടിയെ പറ്റി വിമർശിക്കുന്നവരുണ്ട്. മുഖ്യമന്ത്രി ചെയ്യുന്നത് ഒരു വില്ലേജ് ആക്ഷേപിക്കുന്നവരുണ്ട്. എല്ലാ ജില്ലകളിലും ജനപങ്കാളിത്തം കൊണ്ടും തീരുമാനങ്ങൾ എടുക്കുന്ന കാര്യത്തിലെ എല്ലാ ഭാഗത്തു നിന്നുള്ള സഹകരണം കൊണ്ടുമെല്ലാം ഏറ്റവും വലിയ വിജയമായിട്ട് മാറിയിട്ടുണ്ട്. എന്നിട്ടും സാധാരണക്കാരന് സർക്കാർ ഓഫീസുകൾ എത്രമാത്രം പ്രാപ്യമായി എന്ന ചോദ്യത്തിന് കൃത്യമായ മറുപടി ഉണ്ടാകില്ല. ചില കാര്യങ്ങൾ ക്രൂരമായ ഒരു തമാശയാണ്. തികച്ചും നിസ്സഹായാവസ്ഥയിൽ നിന്നുണ്ടാകുന്ന ക്രൂരമായ തമാശ. എന്തായടാ അതിന്റെ കാര്യങ്ങളൊക്കെ? ഒന്നും വിചാരിച്ച സ്പീഡിൽ നടക്കുന്നില്ല അച്ഛാ. വ്യവസായം തുടങ്ങാൻ എല്ലാ സഹായവും നൽകുമെന്ന് സർക്കാർ, അതെല്ലാം മുടക്കുമെന്ന് കുറെ ഉദ്യോഗസ്ഥന്മാർ. അത്രേ ഉള്ളൂ, വേറെ പ്രശ്നമൊന്നുമില്ല. 2 വർഷമായി സ്വന്തം ഭൂമി പോക്കുവരവ് ചെയ്യാൻ സർക്കാർ ഓഫീസ് കയറിയിറങ്ങി എല്ലാവരുടെയും മുന്നിൽ നിസ്സഹായനായി പോയ സാംകുട്ടിയുടെ അവസ്ഥ. അധികാരം, ഉദ്യോഗസ്ഥർ തുടങ്ങിയ കടമ്പകൾ കടക്കാൻ ത്രാണിയില്ലാതെ വെള്ളറട വില്ലേജ് ഓഫീസ് തന്നെ കത്തിക്കാൻ തീരുമാനിച്ച ഒരു സാധാരണക്കാരന്റെ അവസ്ഥ നിയമത്തിനും കോടതിക്കും എങ്ങനെ മനസ്സിലാകുമോ എന്തോ. ഒരു ബിൽഡിംഗിൽ കോട്ടയുടെ 5 ഫയലുകളാണ് കുന്നുകൂടി കിടക്കുന്നതല്ലേ? അതിന്റെ ഇടയിലാണ് ഇതുപോലുള്ള ശല്യങ്ങൾ. എവിടെയാണോ തന്റെ സൈറ്റ്? കുണ്ടൻതോട്ടിലെ പുഴയുടെ സൈഡിൽ. 18-19 വരുന്ന 23-ന് താൻ വന്ന് നോക്ക്. എനിക്ക് സൗകര്യം ഉണ്ടെങ്കിൽ ഞാൻ ഒന്ന് നോക്കി സാർ. എന്തായാലും ദിനദരികിടതോം ഇതൊരു സൂചനയായി കാണുന്നു. നിയമം ലംഘിക്കാൻ ജനങ്ങളെ പ്രേരിപ്പിക്കുന്ന ഒരു കാഴ്ചയാണ് കഴിഞ്ഞയാഴ്ച വെള്ളറട വില്ലേജ് ഓഫീസിൽ കണ്ടത്. പരിഹാരം കാണേണ്ടത് സാംകുട്ടിമാരല്ല, അവരെ സൃഷ്ടിക്കുന്നവരാണ്.
പെട്ടെന്ന് ഒരാൾ വന്ന് ഇങ്ങനെ എന്തോ തറയിലെന്തോ ഒഴിച്ചിട്ട് തീ കത്തിച്ചു, ഭയങ്കര ആളി കത്തി. വേറെ ഒന്നും പറഞ്ഞില്ല, ഞാൻ ഒരു കാര്യം കാണിച്ചു തരാമെന്ന് പറഞ്ഞിട്ട് പോയി, അത്ര തന്നെ. ഇവിടെ പെട്ടെന്ന് ആളി കത്തി, നമ്മളൊക്കെ അതിനകത്തായിപ്പോയി, ഇറങ്ങി വരാൻ വഴിയില്ല. വില്ലേജ് ഓഫീസറിൻ്റെ അടുത്ത് ഇരുന്ന് സാംകുട്ടി പറയുകയുണ്ടായി, ഇതൊന്ന് ഒപ്പിട്ട് തരാമോ എന്ന് ചോദിച്ചു. അപ്പം അവർ പറ്റൂല എന്ന് പറഞ്ഞെന്നാണ് സാംകുട്ടിയുടെ മൊഴിയുള്ളത്. പറ്റൂല എന്ന് പറഞ്ഞപ്പോൾ എന്നാലൊരു കാര്യം ഞാൻ കാണിച്ചു തരാമെന്ന് പറഞ്ഞു. 10 ലിറ്റർ നിറച്ച് വെച്ചിരുന്ന കന്നാസ് എടുത്തുകൊണ്ട് തറയിലോട്ട് ഇടുകയും ചെയ്യും. ലൈറ്റർ എടുത്ത് വെച്ച് സാംകുട്ടി അത് ഉടനെ തീ കത്തിക്കുകയാണ് ഉണ്ടായത്. ഇതൊക്കെ ചിലപ്പോൾ മേ ബി ഒരു ചില നിരാശയിൽ നിന്നോ അല്ലെന്നുണ്ട് വേറെ വല്ല പ്രശ്നങ്ങളിൽ നിന്നൊക്കെ ഉണ്ടാകാനുള്ള സാധ്യത. വില്ലേജ് ഓഫീസർ പോയിട്ട് പിന്നെ സാർ, ആ പൊസഷൻ ആൻഡ് നോൺ അറ്റാച്ച്മെന്റ് സർട്ടിഫിക്കറ്റ് മനസ്സിലായി. പക്ഷേ സാറിന്റെ റിപ്പോർട്ട് കിട്ടിയിട്ട് എനിക്ക് 3 ഡെപ്യൂട്ടി തഹസിൽദാരന്മാരെ കൊണ്ട് ഒപ്പിടിക്കണ്ട. പറ്റില്ല. കനാലോട്ടാണുള്ള സ്ഥലമെടുപ്പിന് തഹസിൽദാർ ഒരു ദിവസം സാറിന്ന് വരാൻ പറഞ്ഞ എനിക്കത് കിട്ടിയിട്ട് വേണം KFC പോവാൻ. താനിന്ന് സർട്ടിഫിക്കറ്റ് കൊണ്ടേ പോകും. തരാമെങ്കിൽ ഞാൻ ഇല്ല, ഒരാഴ്ചത്തേക്ക് നോക്കണ്ട. അല്ല പിന്നെ സർ പ്ലീസ്. നാളെ പേരെ ഇയാളെ പിടിച്ച് പുറത്താക്ക്. നാളെ പേരെ ആവശ്യത്തിന് വിളിച്ചാൽ ഇയാൾ കടന്നു പോണോ. ഇതു പാടമല്ലെൻ്റെ ഹൃദയമാണ്, നെൽക്കതിരല്ല കരിയുന്ന മോഹമാണ്. 1969 ഈ വെള്ളറട വില്ലേജിൽ തന്നെയുള്ള സാംകുട്ടിയുടെ അച്ഛൻ ശ്രീ യോഹന്നാൻ, സാംകുട്ടിക്ക് അന്ന് യോഹന്നാന് പട്ടയം കിട്ടിയ സ്ഥലം പിന്നീട് ഒരു 32 വർഷം മുമ്പ് യോഹന്നാൻ അദ്ദേഹത്തിൻ്റെ പുത്രനായ സാംകുട്ടിക്ക് നൽകുകയുണ്ടായി. പക്ഷെ കഴിഞ്ഞ കുറേ കാലങ്ങളായിട്ട് ഇത് സാംകുട്ടിയുടെ പേരിലേക്ക് തൻ്റെ പേര് മാറ്റി കിട്ടുവാൻ വേണ്ടി നിരന്തരം സാംകുട്ടി ഈ വില്ലേജ് ഓഫീസിൽ കയറി ഇറങ്ങുകയും, എന്നാൽ വില്ലേജ് ഓഫീസിൽ നിന്ന് സാംകുട്ടി പ്രതീക്ഷിച്ച രീതിയിലുള്ള ഒരു നീതി സാംകുട്ടിക്ക് കിട്ടുകയും ഉണ്ടായില്ല. ഇനി എൻ്റെ കരളും പറിച്ചു കൊള്ളുക, ഇതു പാടമല്ലെൻ്റെ ഹൃദയമാണ്, നെൽക്കതിരല്ല കരിയുന്ന മോഹമാണ്. അപ്പുറത്ത് പുഴയാണ്, അടുത്തെങ്ങും വീടുകളുമില്ല. നീയൊക്കെ ഇവിടെ കിടന്ന് നിലവിളിച്ചാൽ പോലും ആരും കേൾക്കില്ല. എന്റെ മുമ്പ് 2 വഴികളേ ഉള്ളൂ. ഒന്ന്, എന്റെ ഫാക്ടറി തുടങ്ങാൻ ആവശ്യമായ ഈ സർട്ടിഫിക്കറ്റുകൾ നിങ്ങൾ ഒപ്പിട്ട് തരിക, അല്ലെങ്കിൽ ഞാനും നിങ്ങളും ഈ കെട്ടിടവും ഇവിടെ കത്തിച്ചാമ്പലാവും. ഇനി എൻ്റെ കരളും പറിച്ചു കൊള്ളുക, പുഴയല്ല കണ്ണീരിനുറവയാണ്, വറ്റി വരളുന്നതുയിരിൻ്റെ യമുനയാണ്. പെരുമ്പാവൂരിലെ ദാരുണമായ കൊലപാതകത്തിൽ വീണുരുളുകയാണ് കേരള രാഷ്ട്രീയമെങ്കിലും 2 ആഴ്ച കൊണ്ട് പ്രചാരണത്തിൻ്റെ 1-ാം ഘട്ടം പൂർത്തിയാക്കിയതിൻ്റെ ആവേശത്തിലാണ് മുന്നണികൾ എല്ലാം. ചുവരെഴുത്തു മുതൽ നവമാധ്യമങ്ങൾ വരെ പോരാട്ട വേദിയായതോടെ കഥ മാറി. ഉമ്മൻചാണ്ടിയും VS-ഉം സൂപ്പർ സ്റ്റാറുകളായി പ്രചാരണ വേദികൾ കീഴടക്കുകയാണ്. തമിഴ് ചിത്രം കബാലിയുടെ ട്രെയിലർ പോലെയാണ് കാര്യങ്ങൾ. ഈ മദ്യനയം വിജയമാണ് എന്ന് കേരളത്തിലെ ജനങ്ങളെ ബോധ്യപ്പെടുത്തും. ഈ UDF തന്നെ തെരഞ്ഞെടുപ്പിന് ശേഷവും കേരളത്തിൽ അധികാരത്തിൽ വരും, യാതൊരു സംശയവുമില്ല. தமிழ் படங்களை மறந்து வச்சுக்கிட்டு மீசை முறுக்கிக்கிட்டு லுங்கி கட்டிக்கிட்டு நம்பியாரு கபாலி அப்படின்னு சொன்ன உடனே குனிஞ்சி சொல்லுங்க எஜுமா அப்படி வந்து நிப்பானே, அந்த மாதிரி கபாலி நினைச்சியாடா? கபாலிடா. கபாலிடா. ഹം സബ് ചോർ ഹേ, ഞങ്ങളെല്ലാം കള്ളന്മാരാണ്. மகிழ்ச்சி.
ചെറുത്. VS ആണ് 90കളുടെ ചെറുപ്പത്തിൽ തകർത്താടുന്നത്. രജനീകാന്തിനെ വെല്ലുന്ന സ്റ്റൈലിലാണ് സഖാവ്. ஆமா நீங்க என்ன கேங்ஸ்டரா நீங்க? നിറക്കാൻ കഴിയാതിരിക്കുന്ന സാഹചര്യത്തിൽ നിങ്ങൾ ഈ വോട്ടർമാരോട് എന്ത് കുന്തം പറയാനാണ്? தமிழ் படங்களை எங்க மறந்து வச்சுக்கிட்டு மியூசியம் முறுக்கிக்கிட்டு லுங்கி கட்டிக்கிட்டு நம்பியாரு ஏ கபாலி அப்படின்னு சொன்ன உடனே குனிஞ்சி சொல்லுங்க எஜுமா அப்படி வந்து நிப்பானே அந்த மாதிரி கபாலி நினைச்சியாடா? கபாலிடா. ജനങ്ങളുടെയും പാർട്ടികളുടെയും എല്ലാം അഭിലാഷമനുസരിച്ചാണ് ഞാൻ ചിന്തിക്കുന്നത്. കപാലിഡാ. மகிழ்ச்சி.